ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വീഡിയോസ് ഇല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ട് വീഡിയോസൊക്കെ ഉണ്ടാകും കേട്ടോ. പേജും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി പുറകോട്ട് പോയി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് വരാൻ പറ്റും. മീൻ മേടിക്കാൻ വേണ്ടി രാവിലെ മീൻ മേടിച്ച് മമ്മിക്ക് കൊടുത്തിട്ടേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി ദൂരമൊന്നുമല്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റല്ല, ചെറിയൊരു അവിടെ കണ്ട ആൾ കൂടി നിൽക്കുന്നിടത്താണ് മീൻ. അവിടെ നിന്ന് മീനും മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് അടുത്ത പരിപാടി തുടങ്ങും. എവിടെ പോയാലും ഇന്ന് മത്തി കേട്ടോ. മത്തിക്കൊക്കെ ഭയങ്കര വിലയാണെന്നുണ്ടെ 100 രൂപയുടെ മത്തിയായത് കേട്ടോ. ചെറിയ മത്തിയാണ്, ഇഷ്ടംപോലെ മത്തി. ഈ മത്തി മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് വേണം തുടങ്ങാൻ. മത്തിയാണ് കേട്ടോ, മത്തിയാട്ടോ. അതെ, അമ്മ ഇതേ കൊടുത്തിട്ട് ബൈക്കിനകത്ത് ഇച്ചിരി പെട്രോൾ, ബൈക്കല്ല കാറിനകത്ത് സത്യം പറഞ്ഞാൽ പെട്രോൾ തീർന്നിട്ട് 2-3 ദിവസമായി. ഞാൻ കാറ് വലുതായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടേ ഇനി ഇങ്ങനെ ബൈക്കിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതേൽ ഒഴിക്കുന്ന പരിപാടിയാണ്. വലിയ ഉപയോഗമൊന്നുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക്. എൻ്റെ വണ്ടി റിപ്പയറിന് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടു കാണും. ഞാൻ എൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ വീഡിയോസ് ഇട്ടായിരുന്നു. വണ്ടി റിപ്പയർ കൊടുത്തിട്ട്, റിപ്പയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ടെസ്റ്റിൻ്റെ വർക്കിന് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 1-1.5 മാസമായി. ഇതേവരെ എന്താണൊന്നും അറിയത്തില്ല. ഇപ്പം ഒന്ന് പോയി നോക്കാം. പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ, പുതിയതാക്കി. നമ്മുടെ ഇതൊക്കെ കൊടുത്തോ, ബ്രേക്കൊക്കെ പുതിയത് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. സൈലൻസർ ഇതാണ് പുതിയ അവസ്ഥ, പഴയ വണ്ടിയിൽ നിന്ന്. ഇനി കുറേ പണിയുണ്ട്. ഗേറ്റ് അടയ്ക്കണം ഗൈസ്. അപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ പേജിൽ വീഡിയോസ് ഒന്നും വരുന്നില്ല. വീഡിയോസ് വരാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. വീഡിയോസ് ഇടാൻ, അതായത് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് പോയാലല്ലേ. ഒന്നാമത് ഫിഷിംഗ് വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് മീൻ കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയൊരു വേറെ ഒരു വാസ്തവം. പിന്നെ അതൊക്കെ കാരണമാണ് വീഡിയോസ് വരാത്തത്. ഇനിയിപ്പോൾ നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം വീഡിയോസ് വരും കേട്ടോ. അതിന് വേണ്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ വീട്ടിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വർക്ക് ചെയ്തുകൊണ്ട് കർട്ടനൊക്കെ ലോണ്ട്രിയിൽ ഡ്രൈ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു. അപ്പം അത് പോയി എടുക്കണം. രാവിലെ പെട്രോൾ അടിക്കാമെന്ന് വെച്ചാൽ വണ്ടി എടുത്തപ്പോൾ പെട്രോൾ പമ്പ് അവധി. രാവിലെ 12 തൊട്ട് രാവിലെ 6 തൊട്ട് വൈകിട്ട് 12 വരെ. അപ്പോൾ പെട്രോൾ പമ്പ് സമരമാണോ അതോ എന്തെങ്കിലും? എല്ലാ പെട്രോൾ പമ്പും ഞങ്ങളുടെ ഏരിയയിലുള്ളതല്ല, എല്ലാ പെട്രോൾ പമ്പും അവധിയാണ്. അറിയത്തില്ല, അവിടെ സാധനമൊന്നും കാണുന്നില്ല. നോക്കട്ടെ, ഇവിടെ 3-4 പൂച്ചയൊക്കെ കിടപ്പുണ്ട്. പോകണ്ട ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കർട്ടനൊക്കെ ഒരു ഡ്രൈ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് മടക്കി പേപ്പറിലൊക്കെ ആക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മുടെ കർട്ടനൊക്കെ നമുക്ക് വൃത്തിയായിട്ട് മടക്കി നീറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ നിൽക്കുന്ന കാര്യമാണ്. പെയിന്റ് പണി സമയത്ത് ഇതെല്ലായിടത്തും ഞാനൊരു കവറിൽ കെട്ടി വെച്ചു, അല്ലെങ്കിൽ ഒറ്റ ഒന്നും കിട്ടില്ല. രാവിലെ മമ്മിക്ക് മത്തിയൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ മത്തിക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കണ്ടേ, ആയിട്ടുണ്ട്. മമ്മി ഉണ്ടാക്കി അവിടെ മത്തി അവർ ഊണും തുടങ്ങി. മത്തിക്കറി എങ്ങനെയുണ്ടോ അമ്മ? മത്തിക്കറി അതെ, നമ്മൾ മത്തിക്കറി മമ്മി നല്ല അടിപൊളിയായിട്ട് മത്തി കറി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. മിക്കവാറും വീട്ടിൽ മത്തി കേട്ടോ. മത്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും മത്തി ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലയോ അമ്മേ? അമ്മയ്ക്ക് ഇഷ്ടമാണോ മത്തി? അപ്പായിക്കോ? എനിക്കിഷ്ടമില്ല.
അപ്പായ്ക്ക് ഇഷ്ടമല്ല. അപ്പായ്ക്ക് ഇഷ്ടമല്ല. ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എല്ലാം ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. മത്തിക്കറിയുണ്ട്, തക്കാളിക്കറിയുണ്ട്, ചിക്കൻ മിനിയാത്ത ചിക്കൻ കറി ഫ്രൈ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്. ഇതൊരു ചെറിയൊരു ഫാമിലി വ്ളോഗായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.